സ്വന്തം മിസ് മക്കളെ. അപ്പൊ ഇന്ന് എന്റെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുട്ടി ടോപ്പിക് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ 9ാം ക്ലാസ് 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അല്ലെ. നെക്സ്റ്റ് ഇയറിൽ ബോർഡ് എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന എന്റെ കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഓക്കെ 9th-നെക്കാട്ടിലും ഈസിയാണ് 10th എന്ന് പറയും. കാര്യം ഈ 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലും +1-ലും ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും ഇവിടെ ആയിരിക്കും. സോ 9ാം ക്ലാസ് നല്ലതുപോലെ പഠിക്കേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം മക്കളെ, നിങ്ങൾക്ക് 9ാം ക്ലാസ് പഠനം ഏറ്റവും രസകരമായിട്ട് ഏറ്റവും ഈസി ആക്കി തരാൻ വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ നിഞ്ച ബാച്ചസ് ഉള്ളത്. അപ്പൊ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് എത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവിടെ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. എൻ്റെ കുട്ടികൾ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും വെറുതെ ആവില്ല. അതോർത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ മിസ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കേട്ടോ. യെസ്, അപ്പൊ ഞാൻ വന്ന കാര്യം ഇത് പറയാമെന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമുക്ക് പറയാം, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ് അല്ലെ. ഭാരമുള്ള, ഓക്യുപ്പൈ ചെയ്യാൻ, ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്നത് എന്താ നമ്മൾ വിളിക്കുക? മാറ്റർ എന്നാ വിളിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റേറ്റിലാണ് നമുക്ക് മാറ്ററിനെ കാണാനായിട്ട് സാധിക്കുക: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലെ. ഈ 3 സ്റ്റേറ്റിലായിരിക്കും. കുറെ ആൾക്കാർ ഇങ്ങനെ സോളിഡ് ആയിരിക്കും, കുറെ ആൾക്കാർ ലിക്വിഡ് ആയിരിക്കും, കുറെ ആൾക്കാർ ഇപ്പൊ ഏത് ഗ്യാസ് അവന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അല്ലെ, ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഇങ്ങനെ പല തരത്തിലുണ്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെയും പ്രത്യേകതകൾ പഠിക്കാം. ഫസ്റ്റ് ആളാണ് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മക്കളെ, ഇപ്പൊ മിസ് ഈ ഒരു ബോട്ടിൽ എടുക്കാണ്. ഈ ഒരു ബോട്ടിൽ എടുത്താൽ നിങ്ങൾക്ക് കാണാം ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് അല്ലെ, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ഇനി അതേപോലെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. ശരിയല്ലേ? ഈ കുപ്പിക്ക് ഒരു വോളിയം ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ കുപ്പീനെ ഒന്ന് കംപ്രസ് ചെയ്യാൻ നോക്കി, ഞാനിങ്ങനെ അമർത്താൻ നോക്കി, പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ ഞാൻ പറയും ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല, നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി ആണ് എന്ന് ഞാൻ പറയും. പിന്നെ ഇടിക്കാനൊക്കെ നോക്കി, എൻ്റെ കൈ വേദന എടുക്കും, സ്റ്റീൽ കുപ്പി അല്ലെ. അപ്പൊ ഇത് നല്ല റിജിഡ് ആണ്, നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല റിജിഡ് ആണ് എന്ന് ഞാൻ പറയും. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇത്തരത്തിൽ ഒരു ഡെഫിനിറ്റ് വോളിയം ഉള്ള, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ള, നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി ഉള്ള, റിജിഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സോളിഡ്സ് ആർ ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ്, ഡിസ്റ്റിങ്ക്ട് ബൗണ്ടറീസ് ആൻഡ് നെഗ്ലിജിബിൾ compressibility. നോക്കിക്കേ, they have a tendency to maintain their shape when subjected to outside force. അതായത് പുറത്ത് നിന്നൊരു ഫോഴ്സ് പ്രയോഗിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇടിക്കുന്നു, അപ്പൊ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫോഴ്സ് പ്രയോഗിക്കാറുണ്ട് അല്ലെ. ഈ ഫോഴ്സ് ഞാൻ എക്സൈറ്റ് ചെയ്യുമ്പോഴും ഇവരുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെ. പിന്നെ they may break under force അല്ലെ. വേണമെങ്കിൽ നമുക്ക് ഇവരെ ഒടിക്കാം. ഒരുപാട് ശക്തിയോടുകൂടി എടുക്കുകയാണെങ്കിൽ ഇവരെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദെയർ ഷേപ്പ്. പക്ഷേ ഇവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് അവിടെ വളരെ ഡിഫിക്കൽട്ടാണ്. ഇത് 2 പീസായിട്ട് ഒടിഞ്ഞു പോയാലും തിരിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്കൊരു കുപ്പിയായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് പറയാം ഇവരുടെ ഷേപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് ദേ ആർ റിജിഡ് എന്ന് പറയാൻ പറ്റുമോ. അപ്പൊ ഇതൊക്കെയാണ് സോളിഡ്സിന്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ മക്കൾ ഈ കുപ്പിയിൽ നോക്കിക്കേ, ഇതിനുള്ള കുറച്ച് വാട്ടർ ഉണ്ട്. നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 ml, ഒരു 150 ml ആയിരിക്കും ഈ വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളത്തിന് ഇപ്പൊ എന്തിന്റെ ഷേപ്പാ? ഈ ബോട്ടിലിന്റെ ഷേപ്പാണ്. അപ്പൊ ഞാൻ പറയും വാട്ടറിന് ഇപ്പോൾ ഈ വാട്ടർ ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പാണ് ഉള്ളത് എന്ന് പറയും. ഇനി ഈ 150 ml വാട്ടറിനെ ഞാൻ ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ആ 150 ml വാട്ടറും ഞാൻ എന്താ ചെയ്തത്? ഈ ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് ഞാൻ മാറ്റിയെടുത്തു. ഇപ്പൊ വെള്ളത്തിന് എന്തിന്റെ ഷേപ്പാ? ഇപ്പൊ നമ്മൾ പറയും വാട്ടറിന് ഈ ഗ്ലാസിന്റെ ഷേപ്പാണ്. അപ്പൊ എന്താ ബേസിക്കലി മനസ്സിലാക്കുക? ലിക്വിഡ്സ് എടുത്താൽ ലിക്വിഡ്സ് ഏത് കണ്ടെയ്നറിനുള്ളിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് അവർ അറ്റൈൻ ചെയ്യുക. വോളിയത്തിന് മാറ്റമുണ്ടോ? ഇതിനകത്തായിരുന്നപ്പോഴും 150 ml ആണ്, ഇപ്പോഴും 150 ml തന്നെയുണ്ട്. തിരിച്ചൊഴിക്കാം.
നോക്കിക്കോ, ഇപ്പോഴും ഇത് 150 ml തന്നെയാണ്. സോ ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ് ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. അവർക്ക് ഫിക്സഡ് ഷേപ്പ് ഇല്ല, ബട്ട് ദേ ഹാവ് എ ഫിക്സഡ് വോളിയം. ശരിയല്ലേ? അപ്പൊ ഏത് കണ്ടെയ്നറിനുള്ളിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവർ ഒഴുകൂലേ, ഇവർ ഫ്ലോ ചെയ്യും, ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഷേപ്പ് ചേഞ്ച് ചെയ്താൽ ഇവർ റിജിഡ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ദേ ആർ നോട്ട് റിജിഡ്. ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ദേ ആർ ഫ്ലൂയിഡ്. അവരൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ആളാണ് ദ ഗേഷ്യസ് സ്റ്റേറ്റ്, ഗ്യാസസ്. അപ്പൊ നോക്കിക്കേ, നമ്മളൊരു നല്ല ബ്രീത്ത് ചെയ്തു, ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ എടുത്തു അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ ഞാൻ പുറത്തേക്ക് വിട്ടു. അപ്പോൾ എൻ്റെ കുട്ടികളെ ആലോചിച്ച് നോക്കിക്കേ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റെ ലങ്സിനുള്ളിൽ ഇരുന്നപ്പോൾ ആ ലങ്സിൻ്റെ ഷേപ്പിലും ലങ്സിൻ്റെ വോളിയത്തിലും ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് വിട്ടപ്പോഴോ ഗ്യാസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു പോയി. ഇപ്പം ഈ റൂമിൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാൻ പുറത്തേക്ക് എക്സെയിൽ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ റൂമിൻ്റെ വോളിയമാണ്. ഷേപ്പ് എന്ന് പറയുന്നത് ഈ റൂമിൻ്റെ ഷേപ്പാണ്. അപ്പോൾ മക്കളെ, ബേസിക്കലി ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ഷേപ്പുമില്ല, ഫിക്സഡ് ആയിട്ടുള്ള വോളിയുമില്ല. ഗ്യാസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ആർ ഹൈലി കംപ്രസിബിൾ. നന്നായി അവരെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഈ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാ പറയുക. ഹൈ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് കുറേ ഗ്യാസിനെ അവർ ചെറിയ കണ്ടെയ്നറിനുള്ളിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നിങ്ങൾ ഓക്സിജൻ മാസ്ക്, ഓക്സിജൻ സിലിണ്ടറുകൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ഹൈ വോളിയം ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ അവർ ചെറിയ കണ്ടെയ്നറിനുള്ളിലേക്ക് കംപ്രസ് ചെയ്ത് നിറച്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ വെഹിക്കിൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഫ്യൂവലായിട്ട് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഗ്യാസസ് ഹാവ് ഹൈ കംപ്രസിബിലിറ്റി അല്ലെ. ഇവരുടെ കംപ്രസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സിനുള്ളിൽ ഇവരെ ഫില്ല് ചെയ്ത് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഗ്യാസ്, എന്തൊക്കെയാണ് ഒരു സോളിഡ്, എന്തൊക്കെയാണ് ഒരു ലിക്വിഡ് എന്നുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടും കേട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും അതേപോലെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ നിഞ്ച ബാച്ചിൽ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി മിസ് ഓർമ്മിപ്പിക്കുകയാണ്, യു ഗൈസ് വിൽ ബി ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ ബൈ ജോയിനിങ് അവർ നിഞ്ച ബാച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇതേപോലെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മിസ് പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിനെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 സ്റ്റേറ്റിലും കാണപ്പെടുന്ന ഓരോരുത്തർക്കും ഒരു എക്സാമ്പിൾ. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് എക്സാമ്പിൾ, ലിക്വിഡ് സ്റ്റേറ്റിൽ, പിന്നെ അതേപോലെ ഗേഷ്യസ് സ്റ്റേറ്റിൽ, ഈ 3 സ്റ്റേറ്റിനും ഓരോ എക്സാമ്പിൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടാൻ മറക്കരുത്. ഇതേപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇറ്റ്സ് മീ മിഥില സൈനിങ് ഓഫ്. ബൈ.